മലയാള മനോരമയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. മനോരമ സമം UDF, കോൺഗ്രസ് എന്ന് എല്ലാവർക്കും അറിയാം. രാവിലെ മനോരമ വായിച്ചിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ അന്നത്തെ നയം തീരുമാനിക്കുന്നത്. എന്ത് നിലപാട് സ്വീകരിക്കണം, എന്ത് സമരം ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മലയാള മനോരമ രാവിലെ വായിച്ചതിന് ശേഷമാണ്. എന്ന് വെച്ചാൽ മലയാള മനോരമയാണ് കോൺഗ്രസിന് വഴി പറഞ്ഞു കൊടുക്കുന്നത്, ദിശ പറഞ്ഞു കൊടുക്കുന്നത്, രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയുള്ള മലയാള മനോരമ കോൺഗ്രസിനെ ചതിക്കുകയാണോ, കോൺഗ്രസിനെ കുഴിയിൽ കൊണ്ട് ചാടിക്കുകയാണോ? കോൺഗ്രസിനെ മാത്രമല്ല UDFനെ മൊത്തത്തിൽ അങ്ങനെ വേണം സംശയിക്കാൻ. കാരണം രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. കേരളത്തിൽ വലിയ മല പോലെ വന്ന് എലി പോലെ പോയ സംഭവങ്ങൾ. അതിലൊന്ന് മാസപ്പടി കേസാണ്. മാസപ്പടി കേസ് മനോരമ ദിനപത്രം കൊണ്ടുവന്ന സമയം വളരെ നിർണായകമാണ്. പുതുപ്പള്ളിയിൽ ബൈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം. ബൈ ഇലക്ഷനിൽ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുന്നതിന് വേണ്ടി മാത്രം പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ മകളെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ടുള്ള വലിയ വാർത്തയായിരുന്നു. മലയാള മനോരമ വാർത്ത നൽകിയ തൊട്ടടുത്ത ദിവസം മുതൽ കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം മാസപ്പടി കേസ് നിരന്നു. എത്രയോ തവണ അന്തിച്ചർച്ചയായി. ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പൂർണ്ണമായി. മഴ പെയ്തിട്ടും മരം പെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ ചില വാർത്തകൾ അവിടെ ഇവിടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നാൽ 3 ദിവസം മുമ്പ് സുപ്രീം കോടതി ആ കേസെടുത്ത് കൊട്ടയിലിട്ടു. മാത്യു കുഴൽനാടനോട് നന്ദി പറയണം. മാത്യു കുഴൽനാടനാണ് വിജിലൻസ് കോടതി വിജിലൻസ് അന്വേഷണം തള്ളി. അത് കഴിഞ്ഞ് ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി തള്ളി. അത് കഴിഞ്ഞാണ് സുപ്രീം കോടതിയിൽ പോയത്. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി വളരെ കൃത്യമായും ചോദിച്ചു. ഹൈക്കോടതി, എവിടെയാണ് ഇതിൽ അഴിമതി നടന്നിട്ടുള്ളത്? എവിടെയാണ് ഇതിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ കഴിയുക എന്ന്? പക്ഷേ ഒന്നും പറയാൻ കഴിഞ്ഞില്ല മാത്യു കുഴൽനാടന്. അദ്ദേഹം സുപ്രീം കോടതിയിലെ പേര് കേട്ട അഭിഭാഷകനാണ് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ശിങ്കിടികൾ പാടി നടക്കുന്നത്. അങ്ങനെയുള്ള മാത്യു കുഴൽനാടന് മാസപ്പടി കേസുമായി സുപ്രീം കോടതി പോയപ്പോൾ തിരിച്ചടി കിട്ടി, എടുത്ത് കൊട്ടയിലിട്ടു. അതോടുകൂടി മാസപ്പടി കേസിൻ്റെ ഗ്യാസ് തീർന്നു. ഇനി BJP സർക്കാർ, കേന്ദ്ര സർക്കാർ ചില കളികൾ അതുമായി ബന്ധപ്പെട്ട് കളിച്ചിട്ടുണ്ട്. അതിന് ദില്ലി ഹൈക്കോടതി പറഞ്ഞു അവിടെ കിടക്ക്, സമയമായില്ല എന്ന്. ആ കേസ് അവിടെ കിടക്കുകയാണ്. എന്തൊക്കെയായാലും UDF വലിയ പ്രതീക്ഷയിലായിരുന്നു. മാസപ്പടി കേസ് കത്തി വരും, അവസാനം മുഖ്യമന്ത്രി തന്നെ രാജിവെക്കേണ്ടി വരും, ഇതൊക്കെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് കെട്ടുപോയി, തകർന്നടിഞ്ഞുപോയി. അപ്പോഴാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ, സുപ്രീം കോടതി വിധി വന്നതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ മലയാള മനോരമ ഒക്ടോബർ 11, 2025 ഒക്ടോബർ 11 മറ്റൊരു വാർത്തയുമായി വരുന്നത്. മുഖ്യമന്ത്രിയുടെ മകനെതിരെ ED സമൻസ് അയച്ചിരുന്നു 2023 ലൈഫ് മിഷൻ കേസിൽ എന്ന് പറഞ്ഞുകൊണ്ട്. ആ കേസ് പിന്നെ എവിടെ പോയി? എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകനെ ചോദ്യം ചെയ്തില്ല? മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ് സമൻസ് വന്നിരിക്കുന്നത്. ആ സമൻസിൽ എന്ന് വെച്ചാൽ മലയാള മനോരമ പുറത്തുവിട്ട സമൻസിൽ, അതിപ്പോൾ ശരിയാണോ എന്ന് പോലും അറിയില്ല, അതിൽ അഡ്രസ്സ് പേന കൊണ്ട് എഴുതി ചേർക്കുകയാണ് ചെയ്തത്. സാധാരണ സമൻസിൽ വാക്യഭാഗങ്ങളെല്ലാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രിന്റ് എടുക്കുകയാണ് ചെയ്തത്. എന്നാൽ അഡ്രസ്സ് മാത്രം എഴുതി ചേർത്തിരിക്കുന്നു. സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ്, തിരുവനന്തപുരം എന്ന് എഴുതി ചേർത്തിരിക്കുന്നു പേന കൊണ്ട്. അത് തന്നെ സംശയമാണ്. അങ്ങനെയൊക്കെയാണോ ഇതിന് നടപടിക്രമങ്ങൾ? അല്ല, ഇത് മലയാള മനോരമ തന്നെ എഴുതി ചേർത്തതാണോ തുടങ്ങിയ സംശയമൊക്കെ ഉയരുന്നുണ്ട്. വിവേക് കിരൺ എന്ന് പറയുന്നത് ഒരാൾ മാത്രമല്ലല്ലോ. കേരളത്തിൽ പലയിടങ്ങളിലും വിവേക് കിരൺമാരുണ്ടാവുമല്ലോ. അവർക്കേക്കം അയച്ച സമൻസ് ഇങ്ങോട്ട് തിരുത്തിയതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ലൈഫ് മിഷൻ കേസിലാണ്. അതോടുകൂടി മാധ്യമങ്ങളെല്ലാവരും അത് ഏറ്റെടുക്കുകയും അന്തിച്ചർച്ച നടത്തുകയും ചെയ്തു. അതുമാത്രമല്ല, പ്രതിപക്ഷം പ്രസ്താവനകളുമായി രംഗത്ത് വന്നു, സമരത്തിനിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു ഭാഗത്ത് പ്രതിപക്ഷവും മറുഭാഗത്ത് മാധ്യമങ്ങളും ചേർന്ന് LDF സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ, പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഇത്രയും കാലം പറഞ്ഞ് അത് സുപ്രീം കോടതി എടുത്ത് കൊട്ടയിലിട്ടപ്പോൾ മകനെ പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഇപ്പോൾ ഇതാ അതും തകർന്നു വീണിരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ED സ്ഥിരീകരിച്ചു, സമൻസ് അയച്ചിരുന്നു, തയ്യാറാക്കിയിരുന്നു. അത് SNC ലാവ്ലിൻ കേസിലാണ് എന്ന്. SNC ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ ഇപ്പോൾ പ്രതിയല്ല. ഇപ്പോൾ പ്രതി പോലുമല്ലാത്ത പിണറായി വിജയൻ്റെ മകനെതിരെയാണ് SNC ലാവ്ലിൻ കേസിൽ സമൻസ് അയച്ചത് 2023 എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത. എന്താണ് സമൻസ് അയക്കാൻ കാരണം? 2020
ഉള്ള ഒരു വെളിപ്പെടുത്തലാണ് എന്നാണ് വാർത്തകൾ പറയുന്നത്. എന്താണ് വെളിപ്പെടുത്തൽ? അത് മറ്റാരുടേതുമല്ല, ക്രൈം നന്ദകുമാറിൻ്റെതാണ്. ക്രൈം നന്ദകുമാർ എന്താണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്താണ് നിലപാട് എന്നൊക്കെ എത്രയോ കാലമായി പിണറായി വിജയന്റെ പിറകെ നടക്കുകയാണ് ക്രൈം നന്ദകുമാർ. എവിടെയും എത്തിയിട്ടില്ല. പാവം, അദ്ദേഹത്തോടൊക്കെ ഒരു പാവം തോന്നുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ നടന്ന് ചെരുപ്പ് തയഞ്ഞു പോയല്ലോ എന്നോർത്ത്. അങ്ങനെയുള്ള ഒരാളുടെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അദ്ദേഹത്തെ പോലീസ് നിരവധി തവണ അറസ്റ്റ് ചെയ്തതും നിരവധി കേസുകൾ പ്രതിയായതും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ ക്രെഡിബിൾ അല്ലാത്ത ഒരാൾ നൽകിയ ഒരു പരാതിയും അങ്ങനെ കൊടുത്ത ഒരു മൊഴിയും, ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സമൻസ് അയച്ചിരിക്കുന്നത് വിവേക് കിരൺ എന്ന മുഖ്യമന്ത്രിയുടെ മകന് എന്നാണ് മലയാള മനോരമ പറയുന്നത്. നേരത്തെ പറഞ്ഞ ലൈഫ് മിഷൻ കേസിലാണ്. ഇപ്പോഴത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. പിണറായി വിജയൻ പ്രതിപോലുമല്ലാത്ത ഒരു കേസിലാണ് മകനെതിരെ സമൻസ് അയച്ചിരിക്കുന്നത്. അതേ കേസിൽ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നമ്മുടെ വാർത്താ അവതരണ അല്ലെങ്കിൽ എഴുത്ത് രീതി എന്ന് ഒരു പുനരാലോചന നടത്തേണ്ടിയിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതൊക്കെ പോട്ടെ. പക്ഷേ മലയാള മനോരമ UDFനെ ചതിക്കുകയാണ് എന്ന് ഇതോടുകൂടി ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനിയെങ്കിലും മലയാള മനോരമ നോക്കി വാർത്തകൾ കൊടുക്കാനും മാധ്യമപ്രവർത്തകർ തയ്യാറാകരുത്. മലയാള മനോരമ കൊടുത്ത വാർത്ത, ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ ക്രോസ് ചെക്ക് പോലും ചെയ്യാതെ അതേപോലെ എടുത്ത് ചർച്ച ചെയ്ത് വീണ്ടും വാർത്തകൾ നൽകി ഇപ്പോൾ ഇതാ കുഴിയിൽ പോയി വീണിരിക്കുന്നു. നാണം കെട്ട് കുഴിയിൽ പോയി വീണിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. വീണത് UDF കൂടിയാണ്, പ്രതിപക്ഷ നേതാവാണ്, പ്രതിപക്ഷ നേതാക്കളാണ് എന്നുകൂടി ഓർക്കണം. അവരെയാണ് മലയാള മനോരമ ഇപ്പോൾ കുഴിയിൽ ചാടിച്ചിരിക്കുന്നത് എന്നോർക്കണം. എന്തൊരു ഗതികേടാണ് UDFന്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ്. ആ ഘട്ടത്തിൽ ഗോളടിക്കുകയാണ് പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ നിലപാടുമായി, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ വാർത്തകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അതേക്കുറിച്ച് പ്രതികരിക്കുകയോ മൈൻഡ് ചെയ്യുകയോ പോലും ചെയ്യുന്നില്ല. അത് തനിയെ അങ്ങ് തകർന്ന് താഴെ വീഴുന്നു. കാരണം കള്ളവാർത്തകൾക്ക് അധികം ആയുസ് ഉണ്ടാകില്ല. അധികകാലം ആളുകളെ പറ്റിക്കാൻ കഴിയില്ല. 1-2 പ്രാവശ്യം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ദീർഘകാലത്തേക്ക് ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ UDFന് വമ്പൻ തിരിച്ചടി, മാധ്യമങ്ങൾക്ക് അതിനേക്കാളും വമ്പൻ തിരിച്ചടി.